ഒരു ശരാശരി മലയാളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ചായ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള ചായ ആയിരിക്കണം. ചായയുടെ ചൂട് പോയി കഴിഞ്ഞാൽ അത് കുടിച്ചിട്ട് പിന്നെ യാതൊരു കാര്യവുമില്ല. ഇന്നത്തെ ബ്ലാങ്ക് സൈറ്റിൻ്റെ എപ്പിസോഡ് ചായയെ പറ്റിയിട്ടുള്ള ചെറിയൊരു സയൻസാണ്. അപ്പോൾ ചായ നമ്മളൊക്കെ എല്ലാ ദിവസവും കുടിക്കുന്നതാണ്. പക്ഷേ ചായയെ പറ്റി നമ്മൾ അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അതായത് കാര്യം വളരെ സിമ്പിളാണ്. ചൂടുള്ള ചായയും അതുപോലെ തണുത്തു പോയ ചായയും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ചായ തൊട്ട് നോക്കുക. ചായ ഒഴിച്ചിരിക്കുന്ന പാത്രം നമ്മൾ പതുക്കൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചൂട് മനസ്സിലാവും. അതാണ് ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള വഴി. പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചായയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചായന്ന് ആവി പറക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചൂടുള്ള ചായയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് അതൊന്നുമല്ല. ചായ നമ്മുടെ ചായക്കപ്പിലോട്ട് ഒഴിക്കുന്ന ശബ്ദം മാത്രം കേട്ടിട്ട് അത് ചൂടുള്ള ചായയാണോ അതോ തണുത്ത ചായയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചൂടുള്ള ചായയും അതുപോലെ തന്നെ തണുത്ത ചായയും കപ്പിലോട്ട് ഒഴിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. രണ്ട് ശബ്ദവും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് അതിൽ ചൂടുള്ള ചായ, ഏതാണ് അതിൽ തണുത്ത ചായ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചൂടുള്ള ചായയുടെയും തണുത്ത ചായയുടെയും ശബ്ദം നിങ്ങൾ കേട്ടു. ഇനി ഏതാണ് അതിൽ ചൂടുള്ള ചായ, ഏതാണ് അതിൽ തണുത്ത ചായ എന്ന് ഞാൻ പറയാം. ആദ്യം കേട്ട ശബ്ദമാണ് ചൂടുള്ള ചായ, രണ്ടാമത് നിങ്ങൾ കേട്ട ശബ്ദമാണ് തണുത്ത ചായയുടെ ശബ്ദം. അപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ആ ശബ്ദത്തിൽ നിന്ന് അത് ഏതാണ് ചൂട് ഏതാണ് തണുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സയൻസിലോട്ട് വരാം. അതായത് എന്തുകൊണ്ടാണ് ഈ ചൂടുള്ള ചായയ്ക്കും തണുത്ത ചായയ്ക്കും ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് ചായയുടെ മാത്രം പ്രത്യേകതയല്ല, ചൂടുള്ള ഏത് ലിക്വിഡും, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചൂടുള്ള വെള്ളവും തണുത്ത വെള്ളവും ഒഴിക്കുമ്പോൾ ശബ്ദത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെറുപ്പം മുതലുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചെറുപ്പം മുതലേ തണുത്ത വെള്ളവും അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം കുറേ തവണ കേട്ടിട്ടുള്ള ആ എക്സ്പീരിയൻസ് നമുക്കറിയാം ഏതാണ് ചൂടുള്ളത് ഏതാണ് തണുത്തതെന്ന്. ഇനി എന്തുകൊണ്ടാണ് ഈ സൗണ്ടിൽ ഡിഫറൻസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചായ നിങ്ങളൊരു പാത്രത്തിൽ നിന്ന് അതിൻ്റെ ചായക്കപ്പിലോട്ട് ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ബബിൾസ് അല്ലെങ്കിൽ ഒരു പത പോലെ വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ പതയാണ് ശരിക്കും ഇതിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ ഉള്ള കാരണക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ചൂടുള്ള ചായയിൽ കുറച്ച് പത കൂടുതലായിരിക്കും തണുത്ത ചായയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ അതിനുണ്ടാകുന്ന ആ ബബിൾസിൻ്റെ വലുപ്പത്തിലും അതുപോലെ തന്നെ അത് എത്ര നേരം പൊട്ടാതെ നിൽക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പതയിലത്തെ ആ ബബിൾസ് ഉണ്ടല്ലോ അത് പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ ഇതിൻ്റെ ചായ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് ബബിൾസ് ഉള്ള കാരണം കൊണ്ട് അതൊക്കെ ഒരുമിച്ചാണ് പൊട്ടുന്നത്. ഇനി ചൂടുള്ള ചായയിലും തണുത്ത ചായയിലും എന്തുകൊണ്ടാണ് ഈ പതയിലുള്ള ഡിഫറൻസ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അറിയണം. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിൻ്റെ ഒഴുകാതിരിക്കാനുള്ള കഴിവാണ്. അതായത് വെള്ളമൊക്കെ നമ്മളിപ്പോൾ ഒരു ചെരിഞ്ഞ ഒരു സർഫസിൽ ഒരു തുള്ളി വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് ഒഴുകി പോവില്ലേ. അപ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ തേനോ എണ്ണയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ പതുക്കെയാണ് ഒഴുകുന്നത്. വെള്ളത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പതുക്കെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തേനും എണ്ണയും ഒക്കെ വെള്ളത്തിനേക്കാളും വിസ്കസ് ആണെന്ന് പറയാം. ഇനി നമ്മളൊരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ തേനോ എണ്ണയോ ഒക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന പത ഉണ്ടല്ലോ അത് ഇതിൻ്റെ വിസ്കോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിൽ ഈ പത ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ ഒഴിച്ച് നോക്കിയാൽ തന്നെ കാണാം, തേനൊക്കെ നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തീരെ അതിനകത്ത് പത ഉണ്ടാവില്ല അല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തേനോ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ തന്നെ വിസ്കോസിറ്റി ചൂടാക്കി കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയുന്നതാണ് പറയുന്നത്. അതായത് ചൂടുവെള്ളവും അതുപോലെ തന്നെ തണുത്ത വെള്ളവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തെ അപേക്ഷിച്ച് ചൂടുവെള്ളം കുറച്ചുകൂടെ സ്പീഡിൽ ഒഴുകി പോകുന്നതാണ് പറയുന്നത്. അതായത് അതിൻ്റെ വിസ്കോസിറ്റി കുറയും. അപ്പോൾ വിസ്കോസിറ്റി കുറയുന്ന കാരണം കൊണ്ട് ചൂടുവെള്ളവും തണുത്ത വെള്ളവും നമ്മളൊരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ ചൂടുവെള്ളത്തിന് വിസ്കോസിറ്റി കുറവായതുകൊണ്ട് അത് കൂടുതൽ ബബിൾസ് ഉണ്ടാക്കും. കൂടുതൽ ബബിൾസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശബ്ദം അതിനകത്തോട്ട് വരും. ചൂടുവെള്ളത്തിന് തണുത്ത വെള്ളത്തെ അപേക്ഷിച്ച് വിസ്കോസിറ്റി കുറവായതുകൊണ്ട് അത് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ
അതിലെ പത കൂടുതലായിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ശബ്ദവും കൂടുതലായിരിക്കും. അപ്പോൾ ശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദത്തിൻ്റെ ആ ലൗഡ്നെസ് മാത്രമല്ല, അതിൻ്റെ പിച്ചിലും ഡിഫറൻസ് ഉണ്ട്. ഈ ബബിൾസ് പൊട്ടുന്ന ആ പാറ്റേണിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ പിച്ചിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പിച്ച്, അതായത് ഫ്രീക്വൻസി എന്നൊക്കെ പറയും നമ്മൾ ടെക്നിക്കലി, അത് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിൽ അതിൻ്റെ പിച്ചിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ പിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അതായത് പിച്ച് എന്ന് പറയുന്നത് അതിലത്തെ ഫ്രീക്വൻസി കണ്ടന്റാണ്. അതായത് ഇപ്പോൾ സ്ത്രീകളുടെ ശബ്ദത്തിലെ പിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ചെണ്ട, മദ്ദളം അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദം പിച്ച് കുറഞ്ഞ ശബ്ദമാണ്. അതുപോലെ തന്നെ വയലിൻ, ഗിറ്റാർ അതുപോലെയുള്ള ഉപകരണങ്ങളുടെ ശബ്ദം പിച്ച് കൂടിയതാണ്. അതാണ് ഈ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തണുത്ത വെള്ളത്തിൻ്റെ പതയിൽ നിന്നുണ്ടാവുന്ന പിച്ച് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ നിന്നുണ്ടാവുന്ന പതയുടെ പിച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം. ഇതിൻ്റെ സയൻസ് ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും ഇതിൻ്റെ നമുക്ക് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്കിതിലെ ചൂടുവെള്ളവും അല്ലെങ്കിൽ ചൂട് പാലോ ചായയോ ഒക്കെ നമുക്ക് ഒഴിക്കുമ്പോൾ സൗണ്ടിലുണ്ടാവുന്ന ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ബ്ലാങ്ക് സ്ലേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.